ഫിറോസ്, തിരുവനന്തപുരം നഗരസഭയും കേരളം അടക്കം ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. കേരളം ഒട്ടാകെ ഒരു ഇലക്ഷൻ വന്നതിന് ശേഷമുള്ള ഒരു കാഴ്ചപ്പാട് LDF നില പരുങ്ങലിലാവുകയും കോൺഗ്രസ് നല്ല വിജയം വരികയും BJPയും സമാനമായി കുറച്ചു നില. ഇപ്പോ ഈ കോൺഗ്രസ് തിരിച്ചുവരവിനുള്ള സാധ്യതകൾ ഒരുങ്ങുകയാണോ? അതോ ഒരു അനിശ്ചിതത്വം പല സ്ഥലങ്ങളിലും ഇപ്പൊ നിലവിൽ ഉണ്ട് താൻ. ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെങ്കിലും ചെറിയ അനിശ്ചിതത്വം ഇപ്പോ ഉണ്ട്. എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ളത്? ഇല്ല, എനിക്കറിയാം ശ്രീല വലിയ സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. കാരണം തിരുവനന്തപുരത്ത് ജീവിക്കുന്ന കോർപ്പറേഷൻ പരിധിയിൽ, ഇപ്പൊ നിലവിൽ കോർപ്പറേഷൻ പരിധിയിൽ ഇടയ്ക്ക് ഡൽഹി പോകാറുണ്ടെങ്കിലും കോർപ്പറേഷൻ പരിധിയിലാണല്ലോ കൂടുതലായിട്ടും ശ്രീല ഉണ്ടാവാറുള്ളത്. അപ്പൊ അവിടെ ഒരു 45 വർഷത്തെ ഒരു അപ്രമാദിത്വം പൊളിഞ്ഞ് CPM അല്ലെങ്കിൽ അവർക്കെതിരായ അതിശക്തമായി 50 സീറ്റുകൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏറ്റവും നിർണായകമായ ഒരു സംഖ്യയാണ്. അപ്പൊ അവിടെ ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP NDA പ്രധാനമന്ത്രി തിരുവനന്തപുരത്തിന് നന്ദി അറിയിച്ചു എന്നൊക്കെ പറയുമ്പോഴും ഈ 50 പേർ, ആകെ 100 കൗൺസിലായിരുന്നു 2020, 100 ഡിവിഷൻ ആയിരുന്നു 2020 ഉണ്ടായിരുന്നെങ്കിൽ ഡീലിമിറ്റേഷന്റെ ഭാഗമായിട്ട് ഒരു ഡിവിഷൻ കൂടി ഇപ്പൊ 101 ഡിവിഷൻ ആണല്ലോ. ഈ 101 ഡിവിഷനിൽ മാജിക് നമ്പർ എന്ന് പറയുന്നത് 51 ആണ്. അതെനിക്ക് തോന്നുന്നു ഇപ്പൊ 100 ഡിവിഷൻ ആയിരുന്ന സമയത്തും മാജിക് നമ്പർ 51 ആണ്. അപ്പോ ഈ 51ലേക്ക് ഇനി ഒരാളെ BJP എവിടെ നിന്ന് തപ്പിപ്പിടിക്കുമെന്നുള്ള വലിയ ചോദ്യമുണ്ട്. കോൺഗ്രസിനും CPM-നും കൂടി, അതായത് UDF-നും LDF-നും കൂടി, കോൺഗ്രസിനും CPM-നും അല്ല UDF-നും LDF-നും കൂടി അവിടെ 29ഉം 19ഉം അങ്ങനെ 48 സീറ്റാണ് വരുന്നത്. അപ്പോ ഈ പിന്നീടുള്ള 2 സ്വതന്ത്രന്മാരാണ്. ഈ 2 സ്വതന്ത്രന്മാരും കൂടി, അല്ലെങ്കിൽ കോൺഗ്രസും UDF-ഉം LDF-ഉം ഒരുമിച്ച് 2 സ്വതന്ത്രന്മാരെയും കൂടി കൂട്ടിയാൽ സ്വാഭാവികമായും BJPക്കുള്ള 50 മറുചേരിയിലും ഉണ്ടാകുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ വിഴിഞ്ഞത്ത് ഒരു ഡിവിഷനിലെ തിരഞ്ഞെടുപ്പ് നടക്കാനുമുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ BJP തിരുവനന്തപുരം കോർപ്പറേഷൻ ഉറപ്പിക്കുന്നു എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ഈ 2 സ്വതന്ത്രന്മാരിൽ തന്നെ ഒരു സ്വതന്ത്രൻ എനിക്കും ശ്രീലയ്ക്കും ഒക്കെ അറിയാവുന്ന തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ ഒന്നിലധികം പ്രാവശ്യം അവിടെ പ്രസിഡന്റും പിന്നീട് സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന രാധാകൃഷ്ണനാണ്. അപ്പൊ രാധാകൃഷ്ണൻ ഇനി BJPയിലേക്ക് പോകുമോ? BJP ശരിയിലേക്ക് ആരെങ്കിലും ഒരാളെ കിട്ടിയാൽ മതി. ആ ഒരാളെ കിട്ടുമോ എന്നുള്ളൊരു സംശയങ്ങളൊക്കെ ഇപ്പൊ നിൽക്കുന്നു. ഇനി അങ്ങനെ തൃശ്ശൂര് ഭരിക്കാൻ വേണ്ടി സ്വതന്ത്രനെ കൊണ്ടുവന്ന് കൂടെ ചേർത്തിട്ട് അവസാനം അത് LDF-ന് തന്നെ പണിയാവുന്ന ഒരു അവസ്ഥയായി. അപ്പൊ അതുപോലെ ഈ സ്വതന്ത്രന്മാരെ കൂട്ടുമ്പോ ഇവര് നാളെ ബാധ്യതയാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ശേഷിക്കുകയാണ്. ശ്രീലയ്ക്ക് എന്താണ് തോന്നുന്നത് മൊത്തത്തിൽ ഇപ്പോഴത്തെ അന്തരീക്ഷം? വിജയം തന്നെയാണ്. പക്ഷെ ഒരു സീറ്റും കൂടി എത്തത്തക്ക രീതിയിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി മധുരമായ ഒരു വിജയമായേനി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഈ ഫിറോസ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണ്. കാരണം തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരാൾ കൂടി വേണം BJPക്ക് സ്വസ്ഥമായി സമാധാനമായി പോകാൻ. ഇപ്പൊ വേണമെങ്കിൽ BJPക്ക് അധികാരത്തിലേക്ക് വരാം, 6 മാസത്തിനുള്ളിൽ അവിശ്വാസത്തെ നേരിട്ടാൽ മതി. പക്ഷെ എങ്കിൽ പോലും ആ സമയമാകുമ്പോഴത്തേക്ക് ഇനി നടക്കാനിരിക്കുന്ന വിഴിഞ്ഞം തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയുള്ളൊരു സ്ഥലമല്ല വിഴിഞ്ഞം BJPയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അങ്ങനെയും പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ ഉറച്ച ഒരു രീതിയിൽ പോകണമെങ്കിൽ തീർച്ചയായും ഒരാളെ കൂടി മറുകണ്ഠത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട്. അതിൽ തന്നെ ഒന്ന് രാധാകൃഷ്ണനും അതുപോലെ തന്നെ മറ്റൊരു കോൺഗ്രസിന്റെ വിമതനുമാണ്. കോൺഗ്രസിന്റെ വിമതൻ കോൺഗ്രസിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ട്. പിന്നീടുള്ള ഒരു ഓപ്ഷൻ രാധാകൃഷ്ണൻ മാത്രമാണ്. രാധാകൃഷ്ണൻ ഏത് സ്ഥലത്തേക്ക് നിൽക്കുമെന്നുള്ളത് അറിയില്ല. കഴിഞ്ഞ ദിവസമൊക്കെ രാധാകൃഷ്ണൻ സംസാരിക്കുന്നത് മണ്ഡലത്തിൽ അവിടുത്തെ വാർഡിലെ വോട്ടർമാരോട് ചോദിക്കും, തന്നെ ഒരുപാട് പേർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, വികസനത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് എന്ന് പറയുന്നുണ്ട്. വികസനമാണെങ്കിൽ സാധാരണഗതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ ഒരു സൂചന എന്ന രീതിയിൽ ഒരു പക്ഷേ BJPയിലേക്ക് എന്ന ഓപ്ഷൻ ജനങ്ങൾ പറഞ്ഞാൽ അതിൽ തെറ്റു പറയാൻ കഴിയില്ല. കാരണം ഇപ്പോ BJP കോർപ്പറേഷനിലേക്ക് ഭരണത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഇപ്പോ സ്മാർട്ട് സിറ്റിയുടെ അവസ്ഥ നമുക്കറിയാം. സ്മാർട്ട് സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ തിരുവനന്തപുരം നഗരസഭ ഏത് രൂപത്തിലാണ് ഇവിടെ ഉണ്ടായിരുന്ന മേയർ ആക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ രാധാകൃഷ്ണൻ BJPയോട് ചേർന്ന് നിന്നാൽ, NDA സഖ്യത്തോട് ചേർന്ന് നിന്നാൽ, BJPയിലേക്ക് ചേരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, പക്ഷെ NDA സഖ്യത്തോടൊപ്പം ചേർന്ന് നിന്നാൽ ഒരുപക്ഷെ നല്ലൊരു അത് രാധാകൃഷ്ണന് വലിയ ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം രാധാകൃഷ്ണൻ ഒരുപാട് എതിരാളികൾ പല സ്ഥലങ്ങളിലുമുണ്ട്. അപ്പോ തീർച്ചയായിട്ടും രാധാകൃഷ്ണനും അതൊരു നല്ല നിലപാടിലേക്ക് പോകാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഈ സ്വതന്ത്രനെ ഒക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പോയാൽ 5 വർഷം എത്രത്തോളം സ്ട്രോങ് ആയി, അല്ലെങ്കിൽ 5 വർഷക്കാലം എങ്ങനെ നിലനിൽക്കും എന്നുള്ളതും ഒരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലായിരിക്കും ഇപ്പൊ ഒരു അനിശ്ചിതത്വം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ BJP എനിക്ക് തോന്നുന്നു രാധാകൃഷ്ണൻ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തേക്കാം
എന്നാണ് തോന്നുന്നത്. പക്ഷെ മറിച്ചാകാനുള്ള സാധ്യതകളുമുണ്ട്. അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം. അതെ ഷീല, നമ്മൾ സംസാരിച്ചപ്പോ കഴിഞ്ഞ ദിവസം ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ നമ്മളൊരു ഹങ് കോർപ്പറേഷൻ ആയിരിക്കും, ഒരു ഹങ് മേയർഷിപ്പ് ആയിരിക്കും എന്നൊരു വിലയിരുത്തലിലേക്കാണ് വന്നത്. ഇപ്പൊ ഏതാണ്ട് അതിനോട് അടുക്കുന്നു. കാരണം BJPക്ക് 50 സീറ്റ് കിട്ടുമെന്നൊരു പ്രതീക്ഷ എനിക്കോ ശ്രീലയ്ക്കോ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. ചിലപ്പോൾ ശ്രീലയ്ക്ക് ഉണ്ടായിരുന്നു എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഏതായാലും BJP ഒരു 50 സീറ്റിലേക്ക് എത്തുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. BJPക്ക് ഓക്കെ, ബാക്കിയുള്ള ഘടകങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, എങ്കിലും BJP 50 സീറ്റിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത് ചെറിയ കാര്യമല്ലല്ലോ. അതിന് അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ടുള്ളത് എന്തൊക്കെയാകുമെന്നാണ് നമുക്ക് കരുതേണ്ടി വരിക. ശ്രീല തിരുവനന്തപുരവുമായി തീർച്ചയായും ആര്യ അത്രയേറെ അടുത്ത് രാജേന്ദ്രന്റെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതെ, പല ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയിലെ ജനങ്ങൾ ഈ ആര്യ രാജേന്ദ്രന്റെ ഭരണത്തെയും വലിയ രീതിയിൽ ആ, മടുത്തിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല CPM-ൽ പോലുമുള്ളവർ ആര്യ രാജേന്ദ്രനെ കുറിച്ച് വിരുദ്ധ അഭിപ്രായങ്ങളുള്ളവരുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇന്നലെ നമ്മൾ കണ്ടതാണ്, തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഉടനെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ഗായത്രി ബാബു എന്ന് പറയുന്ന വജൂര് പഴയ കൗൺസിലർ, അവർ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയും പിന്നീട് അത് പിൻവലിക്കുന്ന അവസ്ഥയ്ക്കുണ്ടായി. അതായത് ശ്രീല ഈ ഭരണവിരുദ്ധ വികാരം കൃത്യമായിട്ട് ഇപ്പോൾ ശ്രീല പറയുന്ന ഘടകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ ഭരണവിരുദ്ധ വികാരം കേരളം മൊത്തത്തിൽ അലയടിച്ചു, ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ, നഗരങ്ങളിലൊക്കെ അലയടിച്ചു. അതിലിപ്പോ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് അത് വന്നപ്പോ ഗുണം ആ ഒരു ചെയ്യുന്നത് ഭരണവിരുദ്ധ വികാരം കോൺഗ്രസിനാണ്. അതെ, ഭരണവിരുദ്ധ വികാരം ഗുണം ചെയ്യുന്നത് കോൺഗ്രസിനാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ തിരുവനന്തപുരത്തെ കോൺഗ്രസ്, തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ കോൺഗ്രസ് അത്ര വലിയ, കഴിഞ്ഞ തവണ 10 സീറ്റ് ഉണ്ടായിരുന്നു, അവർ എന്തെങ്കിലും മെച്ചപ്പെടുത്തി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷെ കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ടു എങ്കിൽ പോലും വലിയ രീതിയിലുള്ള ഒരു നേട്ടം എപ്പോഴും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയല്ല അടുത്ത കാലങ്ങളിലായിട്ട് കോൺഗ്രസ്. പക്ഷെ കേരളത്തിലുടനീളം നല്ല രീതിയിൽ എല്ലാ സ്ഥലവും വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള മാറ്റം അത് ഭരണവിരുദ്ധ വികാരം തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ പ്രതിപക്ഷമായിരുന്ന BJP ഉയർത്തിയ നിലപാടുകളെല്ലാം തന്നെ തിരുവനന്തപുരത്തെ ജനങ്ങൾ അംഗീകരിച്ചു എന്നതിനുള്ള അംഗീകാരമായി തിരുവനന്തപുരത്തെ വിജയം കാണേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല ശ്രീല, ഇത്ര വലിയ ഒരു 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 നെഗറ്റീവ് വോട്ട് എന്തുകൊണ്ട് LDFന് എതിരെ ചെയ്യപ്പെട്ടു? അതിൽ തന്നെ ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തിന്റെ നഗരം, അല്ല ഹൃദയം എന്ന് പറയാവുന്ന വാർഡുകൾ, ഇപ്പൊ പാളയം വാർഡ്, കുന്നുകുഴി വാർഡ്, നന്ദൻകോട്, ഈ മന്ദിരങ്ങളൊക്കെ ഉള്ള നന്ദൻകോട്, ഈ വാർഡുകളിലൊക്കെ പാളയത്തും കുന്നുകുഴിയിലും ഒക്കെയുള്ള പരാജയം എന്ന് വെച്ചാൽ പാർട്ടിയുടെ AKG സെന്റർ പോലെ നിലനിൽക്കുന്ന വാർഡുകളിൽ, കോർപ്പറേഷൻ വാർഡുകളിൽ പോലും തോറ്റമ്പുന്നു CPM എന്ന് പറയുന്നത് വല്ലാത്തൊരു സൂചനയാണ്. അതുപോലെ മുട്ടടയിൽ നടക്കുന്ന അട്ടിമറി, വൈഷ്ണവ് സുരേഷ് 400ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു സാഹചര്യം, ഇത്രയധികം നെഗറ്റീവ് ശരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ, കഴിഞ്ഞ കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരുന്ന, കഴിഞ്ഞ തവണ 52 സീറ്റ് ഉണ്ടായിരുന്ന ഒരു പാർട്ടി 29 സീറ്റിലേക്ക് ഒതുങ്ങുന്നു എന്ന് പറയുമ്പോൾ അത്ര വലിയ ഒരു പ്രതിഷേധം ആ പാർട്ടിക്കെതിരെ, ആ സംവിധാനത്തിനെതിരെ ഉണ്ടായിരുന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. അത് ഈ ഭരണവിരുദ്ധ വികാരം മാത്രമാണോ? അതിനപ്പുറത്ത് ഞാൻ പറഞ്ഞത് സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം മാത്രമാണോ? അതിനപ്പുറത്ത് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട പലവിധമായ അഴിമതികളോ, ആ ഭരണത്തിന്റെ, ആ സംവിധാനത്തിന്റെ പ്രശ്നങ്ങളോ ഒക്കെ സ്വാഭാവികമായും ചർച്ചയായിട്ടുണ്ടാകുമെന്ന് കൂടി നമ്മൾ കരുതുന്നു, അല്ലെ? തീർച്ചയായും അതെ. അതാണ് ഞാൻ പറയുന്നത്, തിരുവനന്തപുരത്തെ BJPയുടെ വിജയം, BJP പ്രതിപക്ഷമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷന് 2 തവണ. നല്ല കൗൺസിലർമാരും അവർ നിരന്തരം ഉയർത്തിയ ഈ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും നിരന്തരം ഈ അഴിമതികൾ പുറത്തു കൊണ്ടുവരികയും ചെയ്തു. അതാണ് ഏറ്റവും വലിയ വിജയമായി കാണുന്നത്. ഏറ്റവും നല്ല ഫലപ്രദമായ ഒരു പ്രതിപക്ഷം എന്ന രീതിയിൽ BJPക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള എല്ലാ അഴിമതികളും ചർച്ച ചെയ്തു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ഇവിടെ നമുക്ക് നോക്കാം, തിരുവനന്തപുരം നഗരസഭയിലെ താൽക്കാലിക ജീവനക്കാരെ ആ തസ്തികയിൽ എടുക്കുന്നതിന് ആനാവൂർ നാഗപ്പന് കത്തയച്ച് ആ കത്ത് പുറത്തു വന്നിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്, അത്തരത്തിൽ കത്ത് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാൻ AKG സെന്ററിൽ കത്ത് കൊടുക്കണമെന്ന രീതിയിലുള്ള ഒരു കത്തായിരുന്നു. അത് തന്നെ ഏറ്റവും പരിഹാസ്യമായ നടപടിയാണെന്ന് പിന്നീട് കണ്ടെത്തി. അത് കഴിഞ്ഞ് MG റോഡിൽ ഒരു സ്വകാര്യ ഹോട്ടലിന് പാർക്കിംഗ് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു കൂടിയാലോചനകളുമില്ലാതെ പാർക്കിംഗ് അനുവദിക്കുക, ഓണസദ്യ മാലിന്യക്കുമ്പാരം കൊണ്ടുവന്നിട്ട് സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ചില ആൾക്കാരെ പുറത്താക്കിയത് സംബന്ധിച്ച്, അവരെ തിരിച്ചെടുത്ത് സംബന്ധിച്ച്, ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കോവിഡ് കാലത്ത് നടക്കാതിരുന്ന ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ ടിപ്പറുകൾ വാടകയ്ക്കെടുത്ത് വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാക്കിയ ഒരു വലിയ അഴിമതി,
അതുപോലെ ജനങ്ങൾ അടച്ച നികുതി തുകയൊന്നും അക്കൗണ്ടിൽ വന്നിട്ടില്ല. അങ്ങനെ നഗരത്തിലെ LED ലൈറ്റുകളെ സംബന്ധിച്ച് അങ്ങനെ 2.5 കോടിയുടെ കരാറാണ് നൽകിയത്. ആ കരാറിലെ അഴിമതി, അങ്ങനെ കെട്ടിട നമ്പർ അഴിമതി, പട്ടികജാതി ഫണ്ട് അഴിമതി, ജാതി തിരിച്ച് കായിക ടീം ഉണ്ടാക്കിയത്, നിരക്ഷരത്തെ കണക്ക് പെരുപ്പിച്ചു കാട്ടി കോർപ്പറേഷന്റെ ഫണ്ട് വെട്ടിച്ച അക്ഷരശ്രീ തട്ടിപ്പ് വിവാദം, വെള്ളപ്പൊക്ക വിവാദം, സ്മാർട്ട് സിറ്റി, ഇങ്ങനെ നൂറുകണക്കിന് വിവാദങ്ങൾ. KSRTC ഡ്രൈവർമാരുടെ വാക്കുതർക്കം ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ഈ മേയർക്ക് എതിരാക്കിയതാണ്. ഏതായാലും മേയർ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് അതിൽ സെറ്റിൽമെന്റ് നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു അന്വേഷണ റിപ്പോർട്ട് തന്നെ അങ്ങനെ മേയർ ചെയ്തിട്ടില്ല എന്ന രീതിയിലുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് പോലും കൊടുത്തു. അതുമായി ബന്ധപ്പെട്ടൊക്കെ പിന്നെ UK പാർലമെന്റിലെ ഒരു പുരസ്കാര വിവാദം, ഇതെല്ലാം സോഷ്യൽ മീഡിയയും BJPയും വളരെ കൃത്യമായി കൗണ്ടർ ചെയ്തുകൊണ്ട് ഇവരുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും വേറൊരു ചോദ്യമുണ്ട്. ഇത്രയേറെ കള്ളത്തരങ്ങൾ പൊളിച്ചപ്പോഴും ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടപ്പോഴും ഒരിക്കലും ആര്യ രാജേന്ദ്രനെ കൈവിടാൻ പാർട്ടി തയ്യാറായിരുന്നില്ല എന്നതിന്റെ സൂചനയാണ്. അവസാന നിമിഷം CPM-ന് മനസ്സിലായതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ബാധിക്കുമെന്ന് മനസ്സിലായതാണ്. പക്ഷെ അപ്പോഴും ഇവരെ പുറത്താക്കാനുള്ള ശ്രമം ഒന്നും ഉണ്ടായില്ല. അത് പുറത്താക്കിയാൽ വലിയ രീതിയിൽ മറ്റുള്ളവർക്ക് ശ്രദ്ധേയമായ കാര്യമാണ്. ശ്രീല പറഞ്ഞത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. 5 വർഷവും തുടർച്ചയായ 5 വർഷവും ആര്യ രാജേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് പലവിധമായ പിഴവുകൾ സംഭവിക്കുന്നു, അല്ലെങ്കിൽ അബദ്ധങ്ങൾ സംഭവിക്കുന്നു എന്നൊക്കെ മനസ്സിലായിട്ടും CPM കൃത്യമായിട്ടും CPM-ലെ ആരൊക്കെയോ ആര്യ രാജേന്ദ്രനെ സംരക്ഷിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് ഇപ്പോ ഈ ഇപ്രാവശ്യം അവർക്ക് സീറ്റ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ, എന്തുകൊണ്ട് സീറ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോ ചോദിച്ചപ്പോ എനിക്ക് തോന്നുന്നു ശിവൻകുട്ടിയാണെന്ന് തോന്നുന്നു, മന്ത്രി ശിവൻകുട്ടിയാണെന്ന് തോന്നുന്നു പറഞ്ഞു, 10ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടി അല്ലെങ്കിൽ പാസ്സായ കുട്ടി എങ്ങനെയാണ് ഇനി 8ാം ക്ലാസ്സിൽ ഇരുത്തുക എന്ന നിലയിൽ. അതായത് മേയർ ആയിരുന്നയാളിനെ വീണ്ടും ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ കൗൺസിലിലേക്ക് മത്സരിപ്പിക്കുന്നില്ല, ഇനിയിപ്പോ എന്താ നേരിട്ട് അങ്ങ് നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാനുള്ള പരിപാടിയാണെന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ ഏതായാലും അവസാന നിമിഷം വരെ ആര്യ രാജേന്ദ്രനെ ഇപ്പോ വലിയ കൊട്ടിഘോഷിച്ചാണ് ആര്യ രാജേന്ദ്രനെ കൊണ്ടുവന്നത്, ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന CPM-ന്റെ അവസാനത്തെ മേയറെ ഒരുപക്ഷെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്നതും മേയർ ആര്യ രാജേന്ദ്രനായിരിക്കുമെന്ന് സംശയമുണ്ട്. രണ്ടും റെക്കോർഡാണ്. പക്ഷെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന് പറയുന്നത് ആര്യയല്ല, വേറെ ഒരു മേയർ UP-യിലുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട മേയർഷിപ്പും ഇതെല്ലാം ആര്യ രാജേന്ദ്രൻ കൃത്യമായിട്ട് അതെ PR വർക്ക് കൃത്യമായിട്ട് ഈ കാര്യങ്ങളിലൊക്കെ നടന്നു. പക്ഷെ അങ്ങനെയുള്ള PR വർക്കുകളിലൊക്കെ കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് വീണ്ടും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കൃത്യമായ സന്ദേശം തിരുവനന്തപുരം നഗരം അല്ലെങ്കിൽ നഗരസഭ കോർപ്പറേഷൻ നൽകി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം ഈ 2 സ്വതന്ത്രന്മാരുടെ നിലപാട് ശ്രദ്ധേയമാണ്. നമ്മൾ ചിലപ്പോ ചില ഘട്ടങ്ങളിലൊക്കെ പറയാറുണ്ട് പൊന്നും വിലയുള്ള സ്വതന്ത്രൻ എന്നൊക്കെ. ഇപ്പൊ രാധാകൃഷ്ണന്റെ കാര്യത്തിലാകട്ടെ അല്ലെങ്കിൽ കോൺഗ്രസ് വിമതന്റെ കാര്യത്തിലാകട്ടെ പൊന്നുവിലയാണ്, മോഹവിലയാണ് ഈ 2 സ്വതന്ത്രന്മാർക്കും. അവരിൽ ആരെങ്കിലും ഒരാൾ BJP-യോട് ചേർന്ന് നിന്നാൽ സ്വാഭാവികമായിട്ട് അവർക്ക് ഏതെങ്കിലും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളൊക്കെ അവർ ആവശ്യപ്പെട്ടാൽ പോലും ചിലപ്പോൾ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ തവണ തൃശ്ശൂർ കോർപ്പറേഷനിൽ സംഭവിച്ച പോലെ. ഏതായാലും ശ്രീല, നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരുമല്ലേ ഈ ചിത്രം കുറച്ചും കൂടി ഒന്ന് വ്യക്തമാകാൻ. തിരുവനന്തപുരം നഗരസഭയിൽ ആര് രാധാകൃഷ്ണൻ മനസ്സ് തുറക്കണം. മറ്റേയാൾ ഉറപ്പിച്ചോ? മറ്റേ കോൺഗ്രസ് വിമതൻ ഉറപ്പിച്ചോ ഇങ്ങോട്ട് വരില്ല? കോൺഗ്രസ് വിമതൻ കോൺഗ്രസിലേക്ക് പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. രാധാകൃഷ്ണൻ പറയാൻ പറ്റും. അതെ, പക്ഷെ നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റാത്തൊരു സമയമാണ്. ആരുടെ മനസ്സും ഏത് നിമിഷവും മാറാം. അങ്ങനെ നിലവിൽ തിരുവനന്തപുരം പോലെ ഒരു കോർപ്പറേഷൻ പിടിക്കാൻ ഇനിയിപ്പോ അത് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ആ വില കൊടുക്കാനും ആ വില ഒടുക്കാനുമുള്ള ശക്തിയും ശേഷിയും ഒക്കെ ഇന്ന് തിരുവനന്തപുരത്ത് മാത്രമല്ല നമ്മുടെ രാജ്യത്ത് തന്നെ BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ട് എന്ന കാര്യവും ഉറപ്പാണ്. അപ്പൊ വീണ്ടും ഇരിക്കാൻ ശൈലം. നമസ്തേ.